ആരാണ് അവൻ? ആരാ അങ്കിൾ? നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ചതിയൻ? ആ പെൺകുട്ടി എവിടെ വെച്ചാ നീ പരിചയപ്പെട്ടത്? അത് പ്രേമമാണത്രേ. കല്യാണം എന്ന് പറയുന്നത് ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ? ആ പെൺകുട്ടി ആരാണ്? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുമല്ലോ നീ അന്വേഷിച്ചോ? എന്താ അങ്കിൾ? ചോദിക്കാൻ സമാധാനം പറ. അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക്? എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. നല്ല കുട്ടിയാണെന്ന് തോന്നി. എങ്ങനെ തോന്നി? എന്തറിഞ്ഞിട്ട് തോന്നി? എടാ, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എവിടുത്തെ പോലീസുകാരനടാ? അങ്കിൾ എന്താ ഉണ്ടായത്? സ്റ്റുപ്പിഡ്. നല്ല ആളാ. മീരയുടെ അമ്മ ചായയും കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല. എന്താ സാറേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ? അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതിരിക്കട്ടെ, ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും? രൂപയോ? അതേടോ, എന്നെ എന്റെ അനന്തരവനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണെന്നാ ഞാൻ ചോദിച്ചത്. ചതിക്കാനോ? സാറേ, ഗോപാലകൃഷ്ണൻ പഠിക്കരുത്, ഇന്ന് വരെ ആരെയും ചതിച്ചിട്ടില്ല. എടോ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാനും എന്റെ അനന്തരവനും തൽക്കാലം രക്ഷപ്പെട്ടു. കാര്യം എന്താന്ന് വെച്ചാ പറ സാറേ. രാജേന്ദ്ര, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്കറിയാലോ. ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ. അങ്കിൾ, ഗോപാലകൃഷ്ണൻ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കുകയില്ല. അങ്കിൾ കാര്യം എന്താ വെച്ചാ പറയും. എന്റെ പൂങ്കിനാവില് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ നിനക്കറിയാം? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ. നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ, മീര. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ്. അവൾ 2 മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ഭ്രാന്തിന് ചികിത്സിക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് എ സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ്. ഇല്ല ഇല്ല സാർ, സാറിന് ചിലപ്പോൾ ആളെ തെറ്റിയിട്ടുണ്ടാവും. നോ, എനിക്ക് വ്യക്തമായിട്ടറിയാം. എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ കണ്ടുവച്ച പെണ്ണുകൊള്ളാം. എത്ര തവണ പോകും? എത്ര തവണ പോകുന്നു? 60 × 3 180. 180 remainder is 9. Da. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ. ഞാൻ മനസ്സാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഞാനുണ്ടല്ലോ, ഇതുവരെ ആരും വഞ്ചിച്ചിട്ടില്ല. ഞാൻ ആയിരക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കുഞ്ഞിക്കണ്ണന്മാര് പോലും ഞാൻ ചതിയനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ കാരണം ഞാൻ ഇന്ന് വഞ്ചകനും ചതിയനുമായി. കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ, അവന്മാരോട് പോലും ഇങ്ങനെ പെരുമാറരുത്. നിങ്ങളുടെ മകള് ഭ്രാന്തിന് ചികിത്സിക്കാൻ ഒരു ക്ലിനിക്കിൽ കടന്നിട്ടില്ലേ? ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ലേ അവളെ നോക്കിയിരുന്നത്? എന്തിനാ നിങ്ങൾ ദിവസം ദൈവത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ? മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത് മാറ്റേണ്ടത്. എന്താ ഉണ്ടായത്? അയാള് അമ്മ വഴക്കു പറഞ്ഞോ? ഒന്നുമില്ല മോള്, ഒന്നുമില്ലാതെ അമ്മ എന്തിനാ കരയുന്നത്? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തു പോയി. അമ്മ വരൂ, വരൂ അമ്മേ. ഒന്നും തോന്നരുത്.
എന്നോട് പറഞ്ഞതിരിക്കട്ടെ. അങ്ങനൊന്നും എന്റെ മോളോട് സംസാരിക്കരുത്. അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. സന്ദർഭം വന്നാ പറയുമായിരുന്നു. അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അവളൊരു ഭ്രാന്തിയായിരുന്നെന്ന് മോനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കെന്നെ നെഞ്ചു പൊട്ടുന്നപോലെ തോന്നി. ശരിയാ, അവളൊരു രോഗിയായിരുന്നു. മോനറിയോ, 8 മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലുയർന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തലേന്ന് രാത്രി പന്തലി മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്നോ കൊണ്ടുവന്ന മെഷീൻ കേടായി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുമായിരുന്നു. ദീപയുടെ ഉടുപ്പ് ഇസ്തിരിയിടാൻ വേണ്ടി മീര സ്വിച്ചിട്ടു. എന്റെ മോക്കറിയില്ലായിരുന്നു പിൻവശത്തെ മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആളുകളുടെ നിലവിളി ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവള് കാരണം അവിടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞപ്പോ അവള് കരഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അവിടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു. ഒരു മനോരോഗിയെ കെട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പേര് വിടുകയില്ലേ? ഈ വീട്ടിൽ ഓരോ മുറിയിലും അവളുടെ അച്ഛനുണ്ടെന്ന് അവൾ പറയാറ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സ് വരാത്തത് അതുകൊണ്ടാ മോനെ.